അപ്പോൾ നമ്മുടെ പിറന്നാളുകാരന് സദ്യ കൊടുക്കാൻ പോകുക കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഒരു വസ്തു ആൾ കഴിച്ചില്ല. ആൾ അവിടെ ഇരുന്നിട്ട് അന്തം വിട്ടിരിക്കുക എന്നല്ലാണ്ട് ഒരു വസ്തു കഴിച്ചില്ല. പിന്നെ ഓലൻ കുറച്ച് കഴിച്ചു. പിന്നെ വൈകിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ചിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. എൻ്റെ വകയായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. എല്ലാവരും ഡെക്കറേഷൻ മൂഡിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് മാറ്റി. മോനിത് അവരുടെ ഇടയിൽ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എന്താ സംഭവം എന്ന് കരുതിയിട്ട് അങ്ങനെ അവനെ ഒന്ന് മാറ്റി കൊടുത്തു. ഫംഗ്ഷൻ്റെ ആ ടൈമിലാണ് ആളെ മാറ്റിയത്. കാരണം അല്ലെങ്കിൽ ഫുള്ള് ചളിയാക്കും. അങ്ങനെ എൻ്റെ അമ്മ കേട്ടോ ആളെ മാറ്റി കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും കൂടി അവനെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ശേഷം കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ വിളിച്ചിരുന്നു കേട്ടോ. ഇത് മിഠായി തല്ലാട്ടോ ഈ നടക്കുന്നത്. ഒരാൾക്കൊരു പാക്ക് മിഠായി കിട്ടിയപ്പോൾ അടുത്ത ആൾക്ക് വേണം. തല്ലോട് തല്ല്. അങ്ങനെ ഇതേ കേക്കൊക്കെ ഉഷാറായിട്ട് കട്ട് ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഒന്നിനും സമ്മതിക്കില്ല, ഗിഫ്റ്റുകൾ വാങ്ങാൻ സമ്മതിക്കില്ല, ഒരു കഥയായിരുന്നു. സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഏട്ടൻ വീഡിയോ കോളിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആളുടെ ഡയറക്റ്റ് ഒരു പ്രസൻസ് ഇല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടായപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്നാലും ആൾ നേരിട്ട് നമ്മൾ അടുത്തുള്ള പോലെ അല്ലല്ലോ. അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു മനസ്സിൽ. എന്നാലും പരിപാടിയൊക്കെ ഉഷാറായി കഴിഞ്ഞു. പിന്നെ കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങൾ അതിഗംഭീരമായ ഫുഡ് അടിയിലേക്ക് കടന്നു. അങ്ങനെ പിന്നെ എല്ലാവരായിട്ടും കുറേ നേരം ഇരുന്ന് സംസാരിക്കലും ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് ആ ഫംഗ്ഷൻ അവസാനിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും ടാറ്റാ.